ഹലോ ഗൈസ്, അനിമൽ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റേഴ്സ് 51 52 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ടുട്ടു ഗെയിമിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞ വീഡിയോയ്ക്ക് 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൻസിൽ ബ്രോ, ഈ സപ്പോർട്ടിന് ഒരു വലിയ നന്ദിയുണ്ട്. കാഗുറ ബച്ചി വീഡിയോസിന് ഇപ്പോൾ വ്യൂവേഴ്സ് പതിയെ കൂടി വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ ഒരു വലിയ സന്തോഷം. നല്ല രീതിക്ക് ഇനിയും സപ്പോർട്ട് മുന്നോട്ട് വേണം. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ ഉറപ്പായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മൾ 5K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു പോയിന്റിന് അടുത്തെത്തിയിട്ടുണ്ട്. സോ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. 4 വർഷങ്ങൾക്ക് മുമ്പ് ഷിബയെയും ചിഹിരോയെയും സാമുറ പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ചിഹിരോ ആണെങ്കിൽ അവിടെ മുറ്റത്ത് വാള് വീശാൻ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. വരാന്തയിലിരിക്കുന്ന ഷിബയുടെ അടുത്ത് ചിഹിരോയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സായി എന്ന് സാമുറ ചോദിക്കുന്നുണ്ട്. 14 വയസ്സായി എന്ന് ഷിബ പറയുന്നു. അവന്റെ മുഖം ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് സാമുറ ഇപ്പൊ പറയുന്നു. ഷിബ ഇപ്പോൾ പെട്ടെന്ന് സാമുറയെ എടുത്ത്, അല്ല നീ എന്തിനായിരുന്നു നിന്റെ കാഴ്ചശക്തി സ്വയം ഇല്ലാതാക്കിയതെന്ന് ചോദിക്കുന്നു. സാമുറ ഇപ്പൊ പറയുന്നുണ്ട്, അതെന്റെ വിശ്വാസങ്ങൾ കാരണമാണ്. ദേഷ്യം അല്ലെങ്കിൽ എന്തിനോടെങ്കിലുമുള്ള അടങ്ങാത്ത ആസക്തി എന്നിങ്ങനെയുള്ള ലൗകിക വികാരങ്ങൾ മനുഷ്യരെ നരകത്തിലേക്ക് എത്തിക്കും. നമ്മളുടെ ജഡ്ജ്മെന്റ് തെറ്റും. വാള് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരും. സോ അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയാണ് ഞാൻ എന്റെ കാഴ്ചശക്തി സ്വയം ഇല്ലാതാക്കിയത് എന്ന് സാമുറ പറയുന്നു. ഇപ്പോൾ ഈ ഡയലോഗ് അടിക്കുന്ന സാമുറയുടെ ചുണ്ടത്തിരിക്കുന്ന സിഗരറ്റ് കണ്ടിട്ട് ഷിബ ചോദിക്കുന്നുണ്ട്, അപ്പൊ ഇത് ലൗകിക സുഖങ്ങളിൽ പെടുന്നതല്ലേ എന്ന്. സാമുറ അപ്പോൾ ആ ഐക്കോണിക് ഡയലോഗ് അടിക്കുന്നുണ്ട്, ഞാനിത് കത്തിക്കാറില്ല, വലിയ നിർത്തിയതാ, പക്ഷെ ഉപേക്ഷിക്കാൻ മടി, അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. ഷിബ ഇപ്പൊ ഇത് സമ്മതിക്കുന്നില്ല. പുള്ളി പറയുന്നുണ്ട്, അത് കത്തിച്ചു വലിക്കണമെന്ന് നിനക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്ന്. സാമുറ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ കത്തിച്ചിട്ടില്ലല്ലോ, അപ്പൊ അത് കൂട്ടാൻ പറ്റില്ല. ഷിബയ്ക്കാണെങ്കിൽ സാമുറയുടെ സ്വഭാവം നല്ലപോലെ അറിയാം. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഈ കണ്ണു പോയതിന്റെ അടുത്ത ദിവസം തന്നെ ഫയറും മുത്തജിപ്പിയും ഒക്കെ പോലത്തെ ഒരു ഡേർട്ടി മാഗസിൻ നോക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിരുന്ന് മോങ്ങിയവനല്ലേ നീ. സോ നീ എന്തായാലും ഈ പ്രതിജ്ഞയൊക്കെ മറന്നിട്ട് ഒരു ദിവസം ആ സിഗരറ്റ് കത്തിക്കുമെന്ന് ഷിബ പറയുന്നു. സാമുറയ്ക്ക് ഇപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഇല്ലെന്നല്ലടാ പറഞ്ഞത്, ഞാൻ ബുദ്ധനെ പിടിച്ച് ആണയിട്ടിട്ടുള്ളതാണ്, ഞാനത് തെറ്റിക്കില്ല. ഷിബ ഇപ്പൊ പറയുന്നുണ്ട്, ദേ നിനക്കിപ്പോ നല്ല ദേഷ്യം വന്നു, ഇതപ്പോ ഒരു ലൗകിക വികാരമല്ലേ എന്ന്. ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒന്നും രണ്ടും പറഞ്ഞപ്പോ നല്ല വഴക്കാണ്. ചിഹിരോ അവരെ ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ചിന്തിക്കുന്നുണ്ട്, അതായത് ഇങ്ങനത്തെ കുഞ്ഞുകളി ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള സാമുറയെ പോലെയുള്ള ഒരാളെയാണോ അച്ഛൻ എന്തോ വലിയ സ്പോർട്സ്മാൻ ആണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയതെന്ന്. അവൻ എന്നിട്ടിപ്പോ കയ്യിലിരിക്കുന്ന വാള് വെച്ചിട്ട് മുറ്റത്തെ ആ തടി വെട്ടുന്നുണ്ട്. പക്ഷെ അവനത് പൂർണ്ണമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സാമുറ ഇപ്പോൾ ചിഹിരോയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ മടിച്ചു നിൽക്കുകയാണ്, അതുകൊണ്ടാണ് നിനക്കത് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റാത്തത്. ആ വാൾ ഇങ്ങോട്ട് തന്നെ, ഞാൻ നിനക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ പ്രസന്റിൽ ആ ഡാറ്റൻസക്കിയുടെ പവറുള്ള മന്ത്രവാദികൾ സെങ്കുറ്റ്സുജി ടെമ്പിളിൽ വലിയ ലെവൽ ഓഫ് അറ്റാക്ക് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ നേരിടാനായിട്ട് ഇപ്പോൾ ആ ടെമ്പിളിലെ ബുദ്ധസന്യാസികളായിട്ടുള്ള 1-2 മന്ത്രവാദികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഡാറ്റൻസക്കി പിടിച്ചോണ്ടിരിക്കുന്ന ഒരുത്തൻ ഇത് കണ്ടിട്ട് കളിയാക്കുന്നുണ്ട്, സന്യാസികളാണോ ഇവിടെ കാവൽ നിൽക്കുന്നത്? ആ ശരിയാ, ഇതൊരു ടെമ്പിൾ ആണല്ലോ. ഇവൻ എന്നിട്ടിപ്പോൾ ആ സന്യാസിമാർക്ക് നേരെ മൂവ് ചെയ്യുന്നുണ്ട്. ഉടനെ ഇപ്പോൾ ഒരു സന്യാസി എന്തോ ഒരു സ്പെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ പെരപ്പുറത്തെ ഓടെല്ലാം കൂടി ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഇവന്റെ കാല് തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോൾ ഇവൻ ഇവിടെ ഇങ്ങനെ ട്രാപ്പായി നിൽക്കുമ്പോൾ ആ രണ്ടാമത്തെ സന്യാസി ഒരു വലിയ മണി എടുത്തുകൊണ്ട് വന്ന് ഇവൻ ആ നിൽക്കുന്നിടം അടിച്ച് പൊളിക്കുന്നുണ്ട്. ആ ആദ്യത്തെ സന്യാസിയാണെങ്കിൽ ഇപ്പോൾ നോട്ട് ചെയ്യുന്നുണ്ട്, അതായത് കോക്കുഗോക്കുവിൽ റിപ്പോർട്ട് ചെയ്തതിനെക്കാട്ടിലും ഇരട്ടി ഡാറ്റൻസക്കി മന്ത്രവാദികൾ ഇവിടെ ഉണ്ട്. പുള്ളി ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, മേ ബി കോക്കുഗോക്കുവിൽ ഇവർ ചെയ്ത അറ്റാക്ക് ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നിരിക്കാം. അതായത് ഈ കോട്ടകളുടെയൊക്കെ ഡിഫൻസ് എത്ര സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവർ കൂടുതൽ ആളുകളെ ഇറക്കി കളി വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 3 സന്യാസികളാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന ബാക്കി സന്യാസിമാരോട് അകത്തേക്ക് പൊക്കോളാൻ പറയുന്നുണ്ട്. പുറത്തെ കാര്യം ഇവർ നോക്കിക്കോളാം, അകത്ത് പോയി നിങ്ങൾ സോഡ് ബെയറേഴ്സിനെ സേഫ് ആക്കുമെന്ന് ഇവർ പറയുന്നു. ഇപ്പോൾ ഈ ഡാറ്റൻസക്കി മന്ത്രവാദികളുടെ അറ്റാക്ക് കാരണം ഒരു റൂം ഇങ്ങനെ പൊളിയുന്നുണ്ട്. വലിയ ബുദ്ധന്റെ പ്രതിമയൊക്കെയുള്ള മുറിയാണ്. അവിടെയാണ് സാമുറ നിൽക്കുന്നത്. അവിടെ ഇരുന്ന് ആ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സന്യാസി ഇപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരന്റെ ആ മന്ത്രം ചൊല്ലൽ നിർത്തുന്നുണ്ട്. കാര്യം സാമുറയ്ക്ക് ഫോക്കസ് ചെയ്യണമല്ലോ. കുറച്ച് ഡാറ്റൻസക്കി വീൽഡേഴ്സ് ഇപ്പൊ അകത്തേക്ക് കയറുന്നുണ്ട്. അവരുടെ പുറകെ വന്ന ആ ഒരു സന്യാസി ഇപ്പൊ സാമുറയോട് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. സാമുറ ഇപ്പൊ അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ ആരുടെയും ജീവൻ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സാമുറ പറയുന്നു. ട്രീറ്റ്മെന്റ് റൂമിലുള്ള ഹാക്കുരി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, സ്മെല്ല് ചെയ്യാനുള്ള എബിലിറ്റി ഉപയോഗിച്ചിട്ടാണോ സാമുറ ഫൈറ്റ് ചെയ്യുന്നതെന്ന്, അതായത് എനിമീസിനെ മണത്താണോ കണ്ടുപിടിക്കുന്നതെന്ന്. ഹാക്കുരിയെ ട്രീറ്റ് ചെയ്യുന്ന പെൺകുട്ടി ഇപ്പൊ പറയുന്നുണ്ട്, പഴയ ചെങ്ങാതികളെയും പരിചയക്കാരെയും ഒക്കെ ലൊക്കേറ്റ് ചെയ്യാനേ ആ എബിലിറ്റി വെച്ച് സാമുറയ്ക്ക് കഴിയൂ, അല്ലാതെ ശത്രുക്കളെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. ആ പെണ്ണിന്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രവാദി പയ്യനാണെങ്കിൽ ഇപ്പൊ ഓടി വന്നിട്ട് ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമാണെന്നൊക്കെ ഇവരോട് പറയുന്നുണ്ട്. സാമുറ എവിടെയെന്നും അവൻ ചോദിക്കുന്നു.
ആ പെൺകുട്ടിയാണെങ്കിൽ സാമുറ ഫൈറ്റ് ചെയ്യാനായിട്ട് പോയി എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവനങ്ങ് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഹാക്കുരി ആണെങ്കിൽ ഇപ്പോൾ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. കാര്യം ശത്രുക്കളെ മണത്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെങ്കിൽ കണ്ണില്ലാത്ത സാമുറ പിന്നെ എങ്ങനെ ഫൈറ്റ് ചെയ്യും? എത്രയും വേഗം നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ അവൻ പറയുന്നു. ഇപ്പോൾ ഇത് കേട്ട ഉറൂഹയും മറ്റേ മന്ത്രവാദി പയ്യനും ഒക്കെ പറയുന്നുണ്ട്, അതായത് സാമുറ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. ഇപ്പോൾ ആ പ്രതിമ ഇരിക്കുന്ന മുറിയിൽ സാമുറയുടെ ആ വാക്ക് കേട്ടിട്ട് പുള്ളിക്കാരൻ രണ്ടും കൽപ്പിച്ചിട്ടാണെന്ന് മനസ്സിലാക്കിയ ആ സന്യാസി ഈ സിറ്റുവേഷൻ സാമുറയെ ഏൽപ്പിച്ചിട്ട് ബാക്കിലേക്ക് മാറുന്നുണ്ട്. ഞാൻ നിന്റെ ഈ സന്നിധി അശുദ്ധമാക്കാൻ പോകുന്നതിന് എനിക്ക് മാപ്പ് തരൂ ബുദ്ധ എന്ന് പറഞ്ഞിട്ട് സാമുറ ഇപ്പോൾ ഒരു സിഗരറ്റ് കത്തിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ പുള്ളി ഇപ്പോൾ ആഞ്ഞൊരു പഫ് അങ്ങ് എടുക്കുന്നു. ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വന്നവരിൽ ഒരുത്തൻ സംസാരിക്കുന്നുണ്ട്. അവൻ ചോദിക്കുന്നു, ഇത് ഭയങ്കര സർപ്രൈസ് ആണല്ലോ, ഈ സോഡ് ബെയർ നമ്മളെ എല്ലാവരെയും ഒറ്റയ്ക്ക് അങ്ങ് തോൽപ്പിക്കുമെന്നാണോ? സാമുറ ഇപ്പൊ ആ സൗണ്ട് കേട്ടിട്ട് ഇവന് നേർക്ക് ആ സിഗരറ്റ് എറിയുന്നുണ്ട്. എന്നിട്ട് ജെറ്റ് സ്പീഡിൽ സാമുറ ആ സിഗരറ്റ് കുറ്റിയും പിന്നെ ഇവനെയും ഒരുമാതിരി കുരിശിന്റെ ഷേപ്പിൽ വെട്ടി വിടുന്നുണ്ട്. അവന്റെ കൈയും വെട്ടി സാമുറ അവനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തീർത്തു. ട്രീറ്റ്മെന്റ് റൂമിൽ ഉറൂഹ ഇപ്പോൾ ഹാക്കുരിയോട് പറയുന്നുണ്ട്, സാമുറ ഫൈറ്റ് ചെയ്യുന്നത് അവന്റെ അപാരമായിട്ടുള്ള കേൾവി ശക്തി ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ശത്രുക്കൾ അത് പെട്ടെന്ന് മനസ്സിലാക്കുമെന്ന് ആ പെൺകുട്ടി പറയുന്നു. ഇപ്പൊ അവൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഡാറ്റൻസക്കി മന്ത്രവാദികൾക്ക് മനസ്സിലായി സാമുറ കേൾവി ശക്തി ഉപയോഗിച്ചിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നതെന്ന്. സോ അവന്മാര് മുകളിലേക്ക് പൊങ്ങിയിട്ട് ശബ്ദം ഉണ്ടാക്കാതെ എയറിൽ നിന്നിട്ട് ലോങ് റേഞ്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. സാമുറ ആണെങ്കിൽ ഇപ്പോൾ ആ കയ്യിലിരിക്കുന്ന വാള് ചെറുതായിട്ടൊന്ന് ഉയർത്തിയിട്ട് തിരിച്ചൊറയിലേക്ക് തന്നെ ശക്തമായിട്ട് വെക്കുന്നുണ്ട്. സോ ആ ക്ലിക്കിന്റെ ആ ഒരു എക്കോ ആ റൂം ഫുൾ ഇങ്ങനെ നിറയുന്നുണ്ട്. അത് കേട്ടിട്ട് ഇപ്പോൾ സാമുറ നേരെ അടുത്ത് നിൽക്കുന്ന ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് വാളം കൊണ്ട് ചെല്ലുന്നുണ്ട്. അവനാണെങ്കിൽ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, ഞാനൊരു സൗണ്ട് പോലും ഉണ്ടാക്കിയില്ലല്ലോ, പിന്നെ ഞാൻ നിൽക്കുന്ന സ്പോട്ട് ഇയാൾക്ക് കറക്റ്റ് എങ്ങനെ മനസ്സിലായി? അങ്ങനെ ഇപ്പോൾ സാമുറ അവന്മാരെയൊക്കെ വെട്ടി തള്ളുന്നുണ്ട്. ട്രീറ്റ്മെന്റ് റൂമിൽ ഉറൂഹ ഇപ്പൊ ഹാക്കുരിയോട് പറയുന്നുണ്ട്, സാമുറ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ കണ്ട പോലെ സോഡ് വെച്ച് ഒരു ഒച്ച ഉണ്ടാക്കും. അപ്പോൾ ആ സൗണ്ട് വേവ്സ് ചുറ്റുപാടും ഇങ്ങനെ ഒന്ന് ട്രാവൽ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നവരിലൊക്കെ തട്ടി തിരിച്ചു വരുന്ന ഒരു എക്കോ കേട്ടിട്ട് ശത്രുക്കളുടെ ഒരു സൈസും ഡയറക്ഷനും ഒക്കെ സാമുറയ്ക്ക് കറക്റ്റ് ആയിട്ട് കണക്ക് കൂട്ടാനായിട്ട് കഴിയും. എന്നിട്ട് മിന്നൽ വേഗത്തിൽ ആ ഒച്ച കേട്ട സ്ഥലത്തേക്ക് വാള് വീശാനും സാമുറയ്ക്ക് കഴിയും എന്ന് ഉറൂഹ പറയുന്നു. അതിനെ ലൈവ് ഡ്രോയിങ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. ഹാക്കുരി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ട്രെയിനിൽ വെച്ച് ഉറൂഹയും ഇതേപോലെ ഫാസ്റ്റ് ആയിട്ട് വാൾ വീശുന്ന ടെക്നിക്കാണ് ഉപയോഗിച്ചത്. അതെ, ആ ടെക്നിക്ക് എന്നെ സാമുറയാണ് ശരിക്കും പഠിപ്പിച്ചതെന്ന് ഉറൂഹ പറയുന്നു. സാമുറ ഒരു മാസ്റ്ററായിട്ടാണ് നമ്മുടെ ഉറൂഹ കാണുന്നത്. പുള്ളിക്കാരന്റെ ആ ഒരു ലെവലിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് ഉറൂഹ പറയുന്നു. ഇപ്പോൾ സാമുറയുടെ അറ്റാക്കിൽ കുറെ മന്ത്രവാദികൾ താഴെ വീണു. അവന്മാരാണെങ്കിൽ പക്ഷെ തോൽവി സമ്മതിക്കാതെ കയ്യിലിരിക്കുന്ന ഡാറ്റൻസയ്ക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ട് വീണ്ടും ഫുൾ പവറിൽ സാമുറയ്ക്ക് നേരെ വരികയാണ്. നരകത്തിലേക്ക് പോകാൻ ഉറപ്പിച്ചിട്ട് ഇങ്ങനെ കുറെ അവന്മാർ കെട്ടിയെടുത്താൽ പിന്നെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സാമുറ ഇവന്മാരെ എല്ലാം വെട്ടി തള്ളുന്നുണ്ട്. ഇപ്പോൾ വന്ന ശത്രുക്കളെ എല്ലാം വെട്ടി തീർത്തല്ലോ. സോ അവിടെയുള്ള സന്യാസി വീണ്ടും മന്ത്രം ചൊല്ലാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സാമുറയാണെങ്കിൽ ഇപ്പോൾ ആ പ്രതിമയുടെ അടുത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഓ എനിക്ക് വിധിച്ചിരിക്കുന്നത് നരകം തന്നെയാണെന്നാ തോന്നുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ കാണിച്ച ആ ഫ്ലാഷ് ബാക്ക് പോർഷന്റെ ബാക്കി കാണിക്കുന്നുണ്ട്. അതായത് ചിഹിരോയുടെ കയ്യിൽ നിന്ന് ആ വാള് മേടിച്ചിട്ട് ആ തടിക്കഷണം സാമുറ പെർഫെക്റ്റ് ആയിട്ട് മുറിച്ചു. അത് കണ്ടിട്ട് ചിഹിരോ ആണെങ്കിൽ ഇങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. സാമുറയുടെ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ നമുക്കപ്പോൾ അവിടെ കിട്ടുന്നുണ്ട്. സെയ്ച്ചി സാമുറ, ലൈവ് വൈറ്റ് പ്യൂരിറ്റി സ്റ്റൈൽ ടെക്നിക്കിന്റെ മാസ്റ്റർ, എൻചാന്റഡ് ബ്ലേഡായ ടോബി മൂനയുടെ ഓണർ. ഇപ്പോൾ നമ്മളെ ചിഹിരോയാണ് കാണിക്കുന്നത്. ചിഹിരോ ആണെങ്കിൽ ഹിഷാക്കുവിന്റെ എല്ലാ പ്ലാൻസും മനസ്സിലാക്കും, യുവന്മാരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല ദൃഢപ്രതിജ്ഞയിൽ നിൽക്കുകയാണ്. ഈ ഹിരുഹിക്കോ എന്ന് പറയുന്ന നാറിയുടെ വായിന്ന് ഞാൻ എല്ലാം പറയിക്കുമെന്നും പറഞ്ഞ് ചിഹിരോ ഇപ്പൊ നിഷിക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നു. ചിഹിരോ ഇപ്പൊ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഹിരുഹിക്കോ ആകെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. എനിക്കും നിന്നെ പോലെ 18 വയസ്സേ ഉള്ളൂ എന്ന് ഹിരുഹിക്കോ പറയുന്നുണ്ട്. 3ാമത്തെ വയസ്സിൽ തന്നെ ആളുകളെ കൊന്നും ചോര കണ്ടും ഹിരുഹിക്കോ തുടങ്ങിയതാണ്. പക്ഷെ ഒബ്വിയസ്ലി അവന്റെ ചുറ്റുമുള്ള അവന്റെ അതേ പ്രായത്തിലുള്ള കുട്ടികളൊന്നും അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇന്നേ വരെ അവന്റെ പ്രായത്തിനൊത്ത ഒരു ഫ്രണ്ട് ഇല്ല. ഏകദേശം ഇവന്റെ ആ പ്രായത്തിനൊത്ത ഇവന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഇവൻ ഇപ്പോഴാണ് കണ്ടത്, അതാണ് ചിഹിരോ. സോ നമുക്ക് ഫ്രണ്ട്സ് ആവാമെന്ന് ഇവൻ ചിഹിരോയോട് പറയുന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് ചിഹിരോയ്ക്ക് ഇപ്പൊ ഇരട്ടി കലിപ്പായി. റോക്കുഹിര മരിച്ച ആ ഓർമ്മയും പിന്നെ ആ കോക്കു സ്റ്റീം സ്ക്വാഡിലെ ആൾക്കാരെ ഹിരുഹിക്കോ ആ കൊന്ന സ്റ്റേഷനിൽ കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു ഓർമ്മയെല്ലാം ചിഹിരോയുടെ മനസ്സിലൂടെ പെട്ടെന്ന് പോകുന്നുണ്ട്. ചിഹിരോ ഇപ്പൊ ജമ്പ് ചെയ്ത് എന്ന് ഹിരുഹിക്കോയെ ഒരു വെട്ടാൻ തുടങ്ങുന്നുണ്ട്. ഹിരുഹിക്കോ ഒഴിഞ്ഞു മാറുന്നു. നീ ഞാനും ഈക്വൽ ആണെന്നോ? നീ ചെയ്യുന്ന വൃത്തികെട്ട കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യാൻ മാത്രം നിനക്ക് ധൈര്യമോ എന്ന് ചോദിച്ച് ചിഹിരോ അലറുന്നുണ്ട്. ഹിരുഹിക്കോ ആണെങ്കിൽ പറയുന്നുണ്ട്, അതെ നമ്മൾ രണ്ടും ഈക്വൽ ആണ്, പിന്നെ നിനക്കെന്നെ എന്റെ പേര് വിളിക്കാം, ഹിരുഹിക്കോ എന്നാണ് എന്റെ പേര്. ഹിരുഹിക്കോ ഇപ്പോൾ പെട്ടെന്ന് കൈ കൊട്ടിയിട്ട് ആ ഡാറ്റൻസക്കി മന്ത്രവാദികളോട് പറയുന്നുണ്ട്, ഓക്കെ ഗൈസ്, നമ്മുടെ പ്ലാൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. പെട്ടെന്ന് കുറെ പേപ്പർ തുണ്ടുകൾ അവിടെ ചുറ്റും കവർ ആവുന്നുണ്ട്. ഹിരുഹിക്കോ ആണെങ്കിൽ ഇവിടുന്ന് മറഞ്ഞും പോയിട്ടുണ്ട്.
ഹിരുഹിക്കോ ഇപ്പോൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ നാടകം കളിക്കുന്ന ഒരു തിയേറ്ററിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ബാറ്റിൽ ഓഫ് സാൻസോ ഐലൻഡ് എന്നും പറഞ്ഞൊരു നാടകമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് ഹിരുഹിക്കോ അകത്ത് കയറി ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ചാടി പിടിച്ച് സെൻകുത്സുജി ടെമ്പിളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെയുള്ള അസാസിൻസ് ഉറുഹെ കൈകാര്യം ചെയ്തോളും എന്നിപ്പോൾ ഇവൻ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തിരിക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് ഹിരുഹിക്കോ ചോദിക്കുന്നുണ്ട്, ആദ്യമായിട്ടാണോ ഈ നാടകം കാണുന്നതെന്ന്. അതേന്ന് അവൻ പറയുമ്പോൾ ഹിരുഹിക്കോ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ നാടകം മുൻപേ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ തെണ്ടി അവിടെ ഇരുന്ന് ഇതിന്റെ സ്പോയിലർ ഇങ്ങേരോട് പറയുവാണ്. ഈ നാടകത്തിലെ ഹീറോ ആയിട്ടുള്ള സസൂക്കയുടെ ഒരു പേഴ്സണാലിറ്റി ഒന്നും വലിയ സുഖമില്ല, അതേപോലെ തന്നെ ഇതിന്റെ ഫൈറ്റ് കൊറിയോഗ്രഫി ഭയങ്കര കൂറയാണ്, മൊത്തത്തിൽ ഈ നാടകം ഭയങ്കര ബോറാണ് എന്നൊക്കെ ഇവൻ പറയുന്നു. ഇപ്പൊ ഇവന്റെ ഈ കൊണയെല്ലാം കൂടെ കേട്ടിട്ട് ഈ അടുത്തിരിക്കുന്ന ആൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴാണ് അയാൾ ഹിരുഹിക്കോയുടെ വയറ്റിൽ നിന്ന് ചോര വരുന്നത് ശ്രദ്ധിക്കുന്നത്. അയാൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഹിരുഹിക്കോ പറയുന്നുണ്ട്, എൻചാന്റഡ് ബ്ലേഡും കൊണ്ടൊരുത്തം പണിഞ്ഞതാ, അതേപോലെ താനും ഒന്ന് സൂക്ഷിച്ചിരുന്നു എന്നും ഹിരുഹിക്കോ പറയുന്നുണ്ട്. ഇപ്പോ കണ്ണടച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് ഹിരുഹിക്കോ ചിഹിരോയെ വാച്ച് ചെയ്യുന്നുണ്ട്, അതായത് അവന്റെ ആ ഒറിഗാമി ബട്ടർഫ്ലൈ ഉപയോഗിച്ച്. ഇപ്പോൾ പേപ്പർ ഇങ്ങനെ നിർത്താതെ വാരി വിതറിക്കൊണ്ട് ചിഹിരോയെ കൺഫ്യൂസ് ചെയ്തിട്ട് മറ്റേ ആ 3 മന്ത്രവാദികളെ ചിഹിരോയ്ക്ക് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ചെയ്ത് വിടുകയാണ് ഹിരുഹിക്കോ. ഇപ്പോൾ റൂഫ് ടോപ്പിൽ അവരും ചിഹിരോയും തമ്മിൽ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിരുഹിക്കോ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അതായത് ഡാറ്റൻസക്കി വെപ്പൺ നല്ല പവർഫുൾ ആണ്, അതില്ലായിരുന്നെങ്കിൽ ആ കോക്കുഗോക്കുവിലെ മന്ത്രവാദികളെ തോൽപ്പിക്കാനേ പറ്റില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരെ തീർക്കാനായിട്ട് ഹിരുഹിക്കോ ഇറങ്ങേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. കോക്കുഗോക്കുവിൽ വെച്ച് ആ വെപ്പൺസ് ഉപയോഗിച്ചവന്മാർ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഹിരുഹിക്കോയ്ക്ക് കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ ചിഹിരോയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തവന്മാരല്ല, അവർ നല്ലപോലെ ഫൈറ്റ് ചെയ്യാൻ അറിയാവുന്ന നല്ല കോർഡിനേഷനുള്ള മന്ത്രവാദികളാണ്. ആൻഡ് അവരെ സെലക്ട് ചെയ്തത് ഹിരുഹിക്കോയാണ്. മാത്രവുമല്ല, അവൻ അവന്റെ പേപ്പർ ഉപയോഗിച്ച് ഇപ്പോൾ അവരെ ഗൈഡ് ചെയ്ത് വിടുന്നുമുണ്ട്. ചിഹിരോയും ഇപ്പോൾ ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പേപ്പേഴ്സ് വന്നിട്ട് ചിഹിരോയെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ ചിഹിരോയുടെ മൂവ്മെന്റ്സിന് തടസ്സം നിൽക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഈ ശത്രുക്കളെ ഗൈഡ് ചെയ്യുന്നുമുണ്ട്. ഹിരുഹിക്കോ ഇപ്പോൾ ചിഹിരോയുടെ ബാക്കിൽ നിൽക്കുന്ന ഒരു മന്ത്രവാദിക്ക് മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു ആരോ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ഈ മെസ്സേജ് കിട്ടിയപ്പോഴത്തേക്ക് അയാൾ മേലേക്ക് ഉയർന്നിട്ട് ആ ചിഹിരോ നിൽക്കുന്നിടത്തേക്ക് ഒരു ക്രാഷ് ഉണ്ടാക്കാൻ പോവാണ്. താഴെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ നാടകത്തിൽ ഇനി വില്ലന്റെ വരവാണെന്ന് ഇപ്പോൾ ഹിരുഹിക്കോ പറയുന്നുണ്ട്. ഇപ്പോൾ ഉടൻ തന്നെ ഈ റൂഫും പൊളിച്ചുകൊണ്ട് ചിഹിരോയും ആ 3 മന്ത്രവാദികളും താഴേക്ക് വീഴുന്നുണ്ട്. ചിഹിരോ ഇപ്പോൾ ആ എയറിൽ തന്നെ നിന്ന് കറങ്ങി വെട്ടി ആ 3 മന്ത്രവാദികളുടെയും തല അരിയുന്നുണ്ട്. എന്നിട്ട് സ്റ്റേജിൽ വന്ന് നൈസായിട്ട് ലാൻഡ് ചെയ്യുന്നു. ആ മന്ത്രവാദികളുടെ തലയൊക്കെ ഇപ്പൊ ഇങ്ങനെ സ്റ്റേജിൽ കിടപ്പുണ്ട്. ഫ്രണ്ട് റോയിലൊക്കെ ഇരിക്കുന്നവരുടെ ദേഹം ഫുള്ള് ചോര തെറിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇതെന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായെന്ന് ആലോചിച്ച് ഇങ്ങനെ കിളി പറഞ്ഞിരിക്കുകയാണ്. ചിഹിരോ ആണെങ്കിൽ ഇപ്പോൾ ഹിരുഹിക്കോയ്ക്ക് നേരെ ഒരു നോട്ടം നോക്കുന്നുണ്ട് അവിടെ ഇരുന്നോണ്ട്. ഹിരുഹിക്കോയ്ക്ക് ഒരു കുലുക്കോ ഇല്ല, അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഡാറ്റൻസക്കിയുടെ മറ്റൊരു പ്രധാന പ്രശ്നം ഇതാണ്, യൂസറിന് അത് കുറച്ചു നേരമേ ഉപയോഗിക്കാൻ കഴിയൂ. ആ ഒരു എൻചാന്റഡ് ബ്ലേഡിന്റെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പഠിക്കണമെങ്കിൽ ഇത്രയും സമയമൊന്നും കിട്ടിയാൽ പോരാ. സോജോയുടെ കാര്യം എടുത്താൽ തന്നെ ആ ക്ലൗഡ് ഗൗജർ ഉപയോഗിക്കാൻ ഒരുവിധം ഒന്ന് പഠിക്കാൻ അവൻ നല്ല സമയം എടുത്തായിരുന്നു. ഇപ്പോൾ ചിഹിരോയുടെ മേലൊരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നുള്ളത് ഹിരുഹിക്കോ നോട്ടീസ് ചെയ്യുന്നുണ്ട്. 3 വർഷം ഒരു എൻചാന്റഡ് ബ്ലേഡ് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരുത്തൻ്റെ അടുത്ത് നിന്ന് ഞാനിത് പ്രതീക്ഷിക്കണമായിരുന്നു എന്ന് ഹിരുഹിക്കോ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസ് ഒക്കെ ആണെങ്കിൽ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് ഇപ്പോൾ പേടിച്ചോടാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ ചിഹിരോയുമായിട്ട് നടക്കാൻ പോകുന്ന ഫൈറ്റിൽ ഇവിടെയുള്ള ഈ ഓഡിയൻസിന്റെയൊക്കെ ജീവൻ പണയം വെക്കാമെന്നുള്ളതാണ് ഹിരുഹിക്കോയുടെ ഒരു പ്ലാൻ. അതേപോലെ അവൻ ചിഹിരോയോട് പറയുന്നുണ്ട്, ഇവിടെയുള്ള ഈ ആളുകളെല്ലാം നിന്നെ ഇപ്പോൾ ഒരു മോൺസ്റ്റർ ആയിട്ടാണ് കാണുന്നത്, ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതാരാ, അതാരുടെ കുഴപ്പമാടാന്ന് ഇപ്പൊ ചിഹിരോ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനിടെ കയറിയിട്ട് ഹിരുഹിക്കോ വീണ്ടും പറയുന്നുണ്ട്, കണ്ടോ നിന്നെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരാൾ ഞാനാ. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്നുള്ള ഇവന്റെ ഈ കൊണ കേട്ട് മടുത്ത ചിഹിരോ പറയുന്നുണ്ട്, എടാ നിന്റെ ഈ കൊണയടി ആദ്യം ഒന്ന് നിർത്തുമെന്ന്. സോ അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ് ഗൈസ്. ഞാൻ 2 ചാപ്റ്ററെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. സോ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ കാക്കുറ ബച്ചിയുടെ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒക്കെ ചെയ്ത് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും ബൈ ബൈ.